മമ്മൂക്കയുടെ കാര്യം ആദ്യം പറയാം. മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി 2010 വരെ, അതായത് പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നവരെ ബോക്സ് ഓഫീസിലും ആക്ടിങ്ങിലും, അതായത് അവാർഡ്സിലും കളക്ഷനിലും ഇൻഡസ്ട്രി ഹിറ്റിലും റെക്കോർഡിലും എല്ലാത്തിലും മുമ്പിൽ നിന്നൊരു വ്യക്തിയാണ്. സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. 2010 വരെ പോക്കിരി രാജ റിലീസാകുന്ന ആ വർഷം വരെ. ആ വർഷം പ്രാഞ്ചിയേട്ടനുണ്ട്, ബെസ്റ്റ് ആക്ടറുണ്ട്, മറ്റ് ഹിറ്റുകളായിട്ട്. പിന്നെ അങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഓരോ വർഷം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹിറ്റുകൾ ഉണ്ടാകാറുണ്ട്. അതല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും പുള്ളിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2017 ഗ്രേറ്റ് ഫാദർ റിലീസായി, 2018 എബ്രഹാമിൻ്റെ സന്തതികൾ, 2019 മധുരരാജ, 2020 ഷൈലോക്ക്. ഈ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റായി. പക്ഷേ 2010 വരെ പോക്കിരി രാജ വരെ പുള്ളി ക്രിയേറ്റ് ചെയ്ത ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ട്. ആ ഒരു ഹെവി ലെവൽ റെസ്പോൺസ് പിന്നെ പുള്ളിക്ക് അങ്ങോട്ട് ഒരു സിനിമയ്ക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കോവിഡിന് ശേഷം ഭീഷ്മപർവം ഇറങ്ങിയപ്പോൾ അതിന് ചെറിയൊരു മാറ്റം ഉണ്ടായി. എങ്കിലും ഇന്നും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 100 കോടി നേടാനാകാത്ത മെഗാസ്റ്റാർ എന്ന ഒരു ചീത്തപ്പേര് പുള്ളിയുടെ പേരിലുണ്ട്.